ഇനി ഇരുന്നും കിടന്നും പോവാം. സെറ്റപ്പ് അല്ലേ? ഏത് മൂഡ്? KSRTC മൂഡ്. KSRTC ഇപ്പൊ ഒരു പുതിയ അപ്ഡേറ്റിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പം നമ്മൾ ബസ്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ ബസ്സുകളും ഇപ്പം പുതുപുത്തൻ സ്റ്റൈലില് ഏതൊക്കെ ബസ് വേണം അതെല്ലാം ഇവിടെ ഉണ്ട്. ആദ്യമേ തന്നെ നോക്കിയാൽ നമ്മുടെ മൾട്ടി ആക്സിൽ റെയിൽ എഞ്ചിൻ AC സീറ്റർ പോരാഞ്ഞ് നമുക്ക് സ്ലീപ്പർ ബസ് ഉണ്ട്. അതും പോരാഞ്ഞിട്ട് സ്ലീപ്പർ കം സീറ്റർ ബസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഗൈസ്, നമ്മുടെ സാധാരണ ബസ്സായിട്ടുള്ള നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ആൻഡ് നമ്മുടെ ഓർഡിനറി ലിങ്ക് ബസ് വരെ ഫുൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ, ഇതെല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കം ഓൺ. ഇനി ചെന്നൈയോ ബാംഗ്ലൂരോ പോവാണെങ്കിൽ ഇങ്ങനെ ചാരി കിടന്ന് പോവാ. അതും പോരാഞ്ഞിട്ട് കാല് നീട്ടിയും പോവാം. ഇനി ഫോണിന്റെ ചാർജ് തീരെയാണെന്ന് വെച്ചോ, ഇവിടെ ഒരു ചാർജിങ് പോർട്ടും കൂടെ ഉണ്ട്. എന്താ സെറ്റപ്പ് അല്ലേ? KSRTC ഡ്രൈവർ സീറ്റിലെ എന്റെ കൂടെ സഹദേവൻ ചേട്ടനാണ്. നമ്മുടെ KSRTC ഇനി മുതൽ ജെൻസി ആവാൻ പോവുകയാണ്. ഇത് ഏറ്റവും പുതിയ ടെക്നോളജിയുള്ള വണ്ടികളാണ് നമുക്ക് ഏഷ്യർ സമ്മാനിച്ചിരിക്കുന്നത്. സാധാരണ റൂട്ടുകളിലേക്ക് ഓടാൻ ഓർഡിനറി സർവീസ് ആയിട്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 28 സീറ്റാണ് ഇതിനകത്ത് നിലവിൽ ഉള്ളത്. ചാർജർ പോയിന്റ് അടക്കം കൊടുത്തുകൊണ്ട് കമ്പനി 9 കിലോമീറ്റർ മൈലേജിൽ സാധാരണക്കാരൻ്റെ കംഫർട്ടബിൾ യാത്രയാണ് ഇതിനകത്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം 100ഓളം ബസ്സുകൾ ഉടനെ തന്നെ വരും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എയർ സസ്പെൻഷൻ അല്ലാത്ത വണ്ടികളിൽ നമ്മൾ ഇങ്ങനെ ആക്കിയാൽ നട്ടെല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്, ഏതെങ്കിലും ഒരു ഗട്ടറിലൊക്കെ വീണ് കഴിഞ്ഞാൽ. അതുകൊണ്ട് എയർ സസ്പെൻഷനുള്ള വണ്ടികളിൽ മാത്രമേ ഇങ്ങനെ അധികം ചാർന്നിരിക്കാനുള്ള പൊസിഷൻ നമ്മൾ KSRTC ഡിസൈൻ ചെയ്യുള്ളൂ. അപ്പോൾ KSRTC ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം ബസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ ഏറ്റവും നല്ല യാത്രയാണ് KSRTC ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ പഴയതിനേക്കാളും കുറച്ചുകൂടി സ്മൂത്താണ്. അതുകൊണ്ടാണ് ഇതിന് ശകലം ചെരിവ് കൂടി കൊടുത്തിരിക്കുന്നത്. പണ്ടത്തെ പോലെ കുഴി ചാടിയാലും നട്ടല് ബ്ലെൻഡായി പോകാത്ത രീതിയിലുള്ള സസ്പെൻഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മറ്റ് ബസ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒന്ന് സേഫ്റ്റിയാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ ഫയറിനും മറ്റു കാര്യങ്ങളും സേഫ്റ്റി അഡ്വാൻസ് ആയിട്ട് കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ വണ്ടിക്ക് നീളം 15 മീറ്ററാണ്. അപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. സെമി സ്ലീപ്പറാണ്. നമുക്ക് കാലിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ചാരി ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലതുപോലെ തന്നെ ചാരിയിട്ട് കിടക്കാൻ പറ്റുന്ന സീറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സെൻസേഴ്സ് ഉണ്ട് ഇതിൽ. ക്ലസ്റ്ററിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. വോൾവോ എന്ന് പറയുമ്പോൾ അത്രയും സേഫ്റ്റിയുടെ കാര്യങ്ങളും മറ്റും തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. വണ്ടിയുടെ കംപ്ലയിൻസും മറ്റും എല്ലാം നമുക്ക് ഈ ക്ലസ്റ്ററിൽ കൂടെ അറിയാൻ പറ്റും. എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമുക്കിതിൽ കാണിക്കും. അത് ഏത് കംപ്ലയിൻ്റ് ആണെന്ന് എടുത്ത് നോക്കാനും പറയാനും എല്ലാം നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. റിവേഴ്സിന് ക്യാമറ സെപ്പറേറ്റ് ഉണ്ട്. നമ്മുടെ ഡ്രൈവർ ക്യാബിനകത്ത് 2 ക്യാമറ ഉണ്ട്. വണ്ടിക്കകത്ത് പുറകിൽ ക്യാമറ ഉണ്ട്. പിന്നെ ഡ്രൈവർ ഉറങ്ങുവാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും